ഷാജിദ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ദാ നോക്കൂ, നന്നാക്കി വെച്ചിരിക്കുന്ന സവാള ഞങ്ങളുടെ സ്ക്രീൻ കാണാമെങ്കിൽ മാഡത്തിന് ഇപ്പോൾ കാണാം. ഇതാണോ ഗോഡൌൺ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമുക്ക് നാട്ടുകാരുടെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഈ രാമചന്ദ്ര അതോറിറ്റിക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മുടെ ഇവിടുത്തെ പ്രാദേശികമായ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രാദേശിക വാസികൾ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അവിടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കില്ല. ഒരു സ്ഥാപനമാണ്, നമുക്ക് എപ്പോഴും അതിനകത്ത് ഇടിച്ചു കയറാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അവരെ വിളിച്ചു, നിങ്ങളെ കട്ട് ചെയ്തിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അന്ന് പഠിച്ച തീരുമാനത്തിൽ ബേക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാർ, ചോറ് ഇതൊക്കെ ഇവർക്ക് പാചകം ചെയ്ത് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകണേ ഇവിടെ നിന്നായിരുന്നു. അത് കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞത്. ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ബേക്കറി ഉണ്ടാക്കുന്നതിൽ വെള്ളമൊന്നും വരുന്നില്ല അധികം. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ അതിനൊരു സാവകാശം തരാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തായാലും മാഡം ഇന്ന് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും, ഉറപ്പായിട്ട് ക്ലോസ് ചെയ്യും. അത് ചെയ്യണം. കാരണം നിങ്ങളെ വോട്ട് ചെയ്ത് വിശ്വസിച്ച് നിൽക്കുന്ന കുടുംബങ്ങളാണ് അവിടെയുള്ളത്. നിങ്ങൾ ആ വാർഡിന്റെ കൗൺസിലറാണ്. തീർച്ചയായിട്ടും മാം, ഞാനിപ്പോൾ അവിടെ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിയും നഗരസഭയെ ബന്ധപ്പെട്ട് ചെയ്യും. നേരത്തെ അങ്ങനെ നടക്കുന്നില്ല, ഗോഡൌൺ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കാട്ടിത്തരേണ്ടി വന്നത്. അത് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ അത് വസ്തുതയല്ല. അങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ നടപടിയെടുക്കണം. മാഡം അതിന് തയ്യാറാണോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പൂട്ടി താക്കോലെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി. അങ്ങനെ വേണം, അതാകണം ഒരു കൗൺസിലർ. തീർച്ചയായിട്ടും. ഓക്കെ. ശ്രീമതി ഷാജിദ നാസറാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രസാദ്, ദൃശ്യങ്ങൾ കാട്ടിക്കൊടുത്തപ്പോൾ കൗൺസിലർക്കും കാര്യം ബോധ്യമായി. ഇന്ന് തന്നെ പൂട്ടി താക്കോലെടുക്കും, അത് അടച്ചുപൂട്ടിയില്ലെങ്കിൽ എന്നാണ് കൗൺസിലർ ഈ ലൈവത്തോണിൽ നൽകുന്ന ഉറപ്പ്. TV പ്രസാദ്. അതാണ് സുജയ, എത്ര വേഗമാണ് സുജയ ഗോഡൌൺ മാറി ബേക്കറി ആയത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും മനുഷ്യർ ഇവിടെ നിന്നുകൊണ്ടല്ലേ അവരുടെ കണ്ണീര് പറയുന്നത്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞത് കേട്ടില്ലേ. എന്നിട്ടും എവിടെ നിന്നോ ആരെയോ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ആരെയോ സന്തോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു ജനപ്രതിനിധി പറയാൻ പറ്റുന്ന വാക്കുകളാണോ അവർ ആദ്യം സംസാരിച്ചത്? എന്തുകൊണ്ടാണ് അവർ രണ്ടാമത് അവരുടെ സംസാരം മാറ്റിയത്? ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നു, അതിൻ്റെ വേസ്റ്റ് ശരിയായ രീതിയിൽ അത് സംസ്കരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം. അതാണല്ലോ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, അതാണല്ലോ സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാത്ത രീതിയിൽ ഒരു പ്രദേശവാസികളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാലിന്യം ഇഷ്ടം പോലെ തുറന്നൊഴുക്കുക, അതൊരുപാട് തവണ പറഞ്ഞിട്ടും അതിനൊരു പരിഹാരമില്ലാതിരിക്കുക, ഒരുപക്ഷെ അവരുടെ സ്വാധീനം കൊണ്ടോ ടീമിനും നൽകുന്ന ഒരു അഭിനന്ദനം കൂടി ഞാൻ അറിയിക്കുകയാണ്. ക്യാമറ കണ്ണുകൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഇടങ്ങളിൽ കള്ളങ്ങൾ പൊളിക്കാൻ നിമിഷ നേരം മതി, മുന്നോട്ട് പോവുക, അഭിനന്ദനങ്ങൾ എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ അറിയിക്കുന്നുണ്ട്. അത് TV പ്രസാദിനും ടീമിനും അവകാശപ്പെട്ടതാണ്. അരുൺ സോളമനും സുനിഷയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും സാരഥികളും അടങ്ങുന്ന സംഘമാണ് അവിടെ അത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും സധൈര്യം ഈ ലൈവത്തോൺ മുന്നോട്ട് കൊണ്ടുപോയത്. കൺഗ്രാറ്റുലേഷൻസ് TV പ്രസാദ് ആൻഡ് ടീം. സുജയ, ഇത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. കാരണം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ ആരും വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടർ TVക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങളുടെ നീറുന്ന പ്രശ്നമാണ്. ഇതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇന്നൊരു ദിവസത്തെ ലൈവത്തോൺ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇത് എന്ന ഉറപ്പും പ്രേക്ഷകർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. സുജയ, വളരെ നന്ദി. TV പ്രസാദും സുനിഷ അയലൂരും അരുൺ സോളമനും അടങ്ങുന്ന വാർത്താ സംഘമാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുനിഷയോട് അവസാന ചോദ്യം. സുനിഷ, കൗൺസിലർ ഇന്നത് പൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഗരസഭയുടെ തുടർ നടപടികൾ ഉറപ്പാക്കുന്നതിൽ മേയറുടെ പ്രതികരണം തേടുകയല്ലേ നമ്മൾ അടുത്തതായി? സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും കൗൺസിലർ ഉറപ്പ് നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ കൗൺസിലറെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വിഷ്വലുകൾ അത് കൃത്യമായി തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും പൂട്ടി താക്കോൽ വാങ്ങുമെന്നത് കൗൺസിലർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇനി ആവർത്തിക്കില്ല. ഒരാൾക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുമായി കോർപ്പറേഷന്റെ മുന്നിലേക്ക് എത്തരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് ഇനി ചുറ്റിലുമുള്ള ഒരു വീട്ടുകാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നത് തന്നെയാണ്. ഏതായാലും അതിനി ഉണ്ടാകില്ല
എന്ന് ഉറപ്പാക്കാൻ അത് കോർപ്പറേഷൻ ഉറപ്പാക്കുമെന്ന നമ്മളും അത് ഉറപ്പാക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യുമെന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നാട്ടുകാർക്ക് റിപ്പോർട്ടർ ടീമിന് നൽകാനുള്ള ഏറ്റവും വലിയ ഉറപ്പ്. ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതൊരു ജനകീയ വിഷയമാണെങ്കിൽ അത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ദുഃഖത്തിനും ദുരിതത്തിനും പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമം ചെയ്യേണ്ടത് എന്ന മാധ്യമധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈനുമായി റിപ്പോർട്ടർ മുന്നോട്ട് പോകുന്നത്. ഒപ്പമുണ്ടായ പ്രേക്ഷകർക്ക്, പിന്തുണച്ചവർക്ക്, പ്രോത്സാഹിപ്പിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. ഇതാണ് ജേർണലിസം, ഇങ്ങനെയാകണം ജേർണലിസം എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും നന്ദി. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്, ഒപ്പമുണ്ടാകണം എന്നും.